ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് കിഡ്സിൻ്റെ പാർട്ടി വെയറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പീസ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മെത്തേഡിൽ ചെയ്യാം. ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ക്ലോത്ത് മതി നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ഷെർവാണിയുടെ ടോപ്പാണ് കേട്ടോ. പിന്നെ ഇത് പാൻറ്റിൻ്റെ ക്ലോത്താണ്, ഒരു ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു നെറ്റ് ക്ലോത്തുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെറ്റ് ക്ലോത്ത് നെക്കിൻ്റെ പോർഷനും മറ്റത് രണ്ടും ബാക്കിലേക്ക് തൂങ്ങി നിൽക്കുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 7 ഇയർ ആയിട്ടുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് നെക്ക് 7, ഞാനിവിടെ 9 എടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര വേണ്ട കേട്ടോ, ഒരു 7 ഒക്കെ മതിയാവും. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുക കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് മതി കേട്ടോ, ഫ്രണ്ടിൽ മാത്രമുള്ള പോർഷൻ. പിന്നെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി. പിന്നെ ഈ ഒരു ക്ലോത്തും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 3 സൈഡും നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം, കുട്ടികളുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ലെങ്ത്ത് 22ഉം അതേപോലെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 13 ഇഞ്ചസൊക്കെ ഉള്ള ഒരു ക്ലോത്താണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ 3 ഭാഗവും നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം. എന്നിട്ട് ഒരു പോർഷൻ അവിടെ വേണ്ട കേട്ടോ, ഒരു പോർഷൻ വിട്ടിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊരു ഞൊറിവാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൻ്റെ 4 സൈഡും ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 പോർഷനും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 3 സൈഡിലും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അകത്തിയുള്ള സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് ഫാബ്രിക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു നൂല് വലിച്ചിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു മെത്തേഡ് ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ടോട്ടൽ ഷോളിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് പ്ലീറ്റ് ഇട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ നെറ്റ് ഫാബ്രിക് അതിന് മുകളിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നെറ്റ് നമുക്ക് ഫാബ്രിക് തികയുന്നില്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പ്ലീറ്റ് മുഴുവനായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഫുള്ളായിട്ടൊന്ന് 4 സൈഡും ഫുള്ളായിട്ടൊന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഇത് ഇരിക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ 2 സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റേ മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഷാളൊക്കെ കയ്യിലെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ അവരിടുമ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പോവില്ല, ബാക്ക് ഭാഗമായിട്ട് പോവില്ല. കാരണം 2 സൈഡും നല്ല നീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഈ ഒരു ഷോളിൻ്റെ ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ അംബ്രല്ല കട്ടിലുള്ള ടോപ്പും പാൻറ്റും കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണേണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളിൽ പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.